10 പേരെ കൊന്നൊരു സീരിയൽ കില്ലർ വർഷങ്ങൾക്ക് ശേഷം അയാൾ ചെയ്ത എല്ലാ കൊലപാതകങ്ങളും ഒരു ബുക്കാക്കി പബ്ലിഷ് ആക്കുവാണ്. ഈ ബുക്കാണെങ്കിൽ കോടിക്കണക്കിന് രൂപയ്ക്കാണ് വിറ്റ് പോകുന്നത്. നിയമത്തിന് ഇയാളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണേണ്ട പടമാണ്. പടത്തിന്റെ പേര് കൺഫെഷൻസ് ഓഫ് മർഡർ എന്നാണ്. പ്രൈമിനകത്തുണ്ട്. ഈ ക്രൈം സസ്പെൻസ് പടങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ വർക്കാവുന്ന ഒരു പടമാണ്. മറക്കാതിരിക്കും വേണ്ടി സേവ് വെച്ചിട്ട് കണ്ടു നോക്കുക. ഇതിന്റെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ ഇതിലെ നായകൻ ഡിറ്റക്റ്റീവാണ്. ഇയാളാണെങ്കിൽ ഒരിക്കലും ഈ കില്ലറിനെ പിടിക്കുന്നതാണ്. പക്ഷെ ആ സമയത്ത് ഈ കില്ലർ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ രക്ഷപ്പെടുകയും ചെയ്യും. അത് കാരണം ഈ കില്ലറിന്റെ ഫേസ് ആരും കണ്ടിട്ടില്ല. ആ രാജ്യത്ത് ഒരു നിയമമുണ്ട്, 15 വർഷമായിട്ടും കൊലപാതകയെ പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ കേസ് അസാധുവായിട്ട് പോകും. അങ്ങനെ 15 വർഷത്തിന് ശേഷമാണ് ഈ ബുക്ക് പബ്ലിഷ് ആവുന്നത്. ഈ ബുക്കിലാണെങ്കിൽ ഈ ചെയ്ത കൊലപാതകങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് കാരണം എല്ലാവർക്കും അറിയാം ഇയാൾ തന്നെയാണ് ചെയ്തതെന്ന്. പക്ഷെ നിയമത്തിന് ഒന്നും ചെയ്യാനും പറ്റത്തില്ല, തെളിവുകളും ഇല്ല. അതിന്റെ കൂടെ ഈ ബുക്ക് കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റുമ്പോൾ ആ സമയത്തുള്ള ആൾക്കാരുടെ ഇടയിൽ ഇയാൾക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൊല്ലപ്പെട്ട കുറെ സ്ത്രീകളുടെ ബന്ധുക്കൾ ഇയാൾക്കെതിരെ തിരിയുകയും ചെയ്യും. അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. കുറേ നല്ല സസ്പെൻസും കിഡിലും ടെസ്റ്റും ഒക്കെ ഉണ്ട്. ഒരു ക്ലൈമാക്സ് നല്ല രസമാണ്. നിങ്ങൾ പ്രിയ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. കണ്ടിട്ട് അഭിപ്രായം പറയാം.